ഹലോ, ഒരു ഈസി വെജിറ്റബിൾ കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 3 മീഡിയം സൈസ് പൊട്ടേറ്റോ, ഒരു ക്യാരറ്റ് ചെറിയ ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഇത്ര വെള്ളം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് 3 വിസിൽ വരും വരെ കുക്ക് ചെയ്യുക. സൈമിൾട്ടേനിയസ്ലി നമുക്ക് കൂട്ട് പ്രിപ്പയർ ചെയ്യാം. 2 മീഡിയം സൈസ് സവോള, 2 പച്ചമുളക്, ഇതെല്ലാം കൂടി ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കൂട്ട്, അതായത് സവോളയും പച്ചമുളകും ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം ലാഭിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വഴന്ന് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പില, ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് 1 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ അത്രയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യുക കേട്ടോ. ഒരു 5 മിനിറ്റ്സ് അങ്ങനെ കുക്ക് ചെയ്യുക. ശേഷം അതിലേക്ക് മസാലാസായ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റുക. എഗെയിൻ ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്യുക കേട്ടോ. മസാല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും കുക്കായി വന്നിട്ടുണ്ട്. അത് നമ്മൾ വെള്ളം ഇല്ലാണ്ട് പൊട്ടറ്റോയും ക്യാരറ്റും മാത്രം നമ്മുടെ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ മസാലയെല്ലാം പൊട്ടറ്റോ ക്യാരറ്റിൽ നല്ലോണം പിടിച്ച് വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഓവറായിട്ട് ഇളക്കണം, നമ്മുടെ പൊട്ടറ്റോ എല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഈ ടൈമിൽ നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം. കാരണം നമ്മൾ നമ്മുടെ ഈ കൂട്ടിൽ ഉപ്പിട്ടിട്ടുണ്ട്, പൊട്ടറ്റോ ക്യാരറ്റിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്നൊക്കെ നോക്കുക. പിന്നെ കുറവാകാനാണ് സാധ്യത, കാരണം ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം, നമ്മൾ പൊട്ടറ്റോ ക്യാരറ്റ് ബോയിൽ ചെയ്ത വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എഗെയിൻ 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ഈ ടൈമിൽ ഉപ്പൊന്ന് നോക്കുക കേട്ടോ. ഇത് തിളച്ച് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. എൻ്റെ കയ്യിൽ ആക്ച്വലി ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ 1ാം പാൽ ഒഴിച്ച് കൊടുക്കും കേട്ടോ. നമ്മുടെ 2ാം പാലിൽ കിടന്ന് ഈ മിക്സ് നല്ലോണം തിളയ്ക്കണം, കാരണം എന്നാലേ നമ്മുടെ കറിയുടെ പാകം ശരിയായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇത് 2ാം പാലിൽ കിടന്ന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം മാത്രം 1ാം പാൽ ഒഴിക്കുക. കാരണം 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചെറിയ തിള വന്നാൽ മതി. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, 2ാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ 1ാം പാലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഉപ്പും കൂടിയൊക്കെ നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന കടുക്, ഞാൻ വറുത്ത് വെച്ച കടുക് എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു സീ ഇറ്റ്. അപ്പോൾ ഈ കറി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടെ, ഇടിയപ്പം, അപ്പം, എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന കേട്ടോ. ഈവൻ നമുക്ക് നമ്മുടെ പൊറോട്ട, പുട്ട്, അതിൻ്റെ കൂടെയും കഴിക്കാം. സോ എല്ലാവരും ഒരു ട്രൈ ചെയ്ത്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ആൻഡ് എന്തെങ്കിലും കമൻറ്റ്സ് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. സോ താങ്ക്സ്.